എല്ലാവർക്കും പെറ്റ് സ്റ്റോക്ക് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്യാം കൃഷ്ണൻ. നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാ ബേഡ്സിനും എഗ്ഗ് ഇടാനായിട്ടുള്ളൊരു കഴിവുണ്ടോ എന്നതിനെക്കുറിച്ചിട്ടാണ്. പലരും വിളിച്ച് ചോദിക്കാറുണ്ട്, എൻ്റെ ബേഡ് എഗ്ഗ് ഇടുന്നില്ല, എൻ്റെ ബേഡ് എഗ്ഗ് ഇടുന്നില്ല, എൻ്റെ ബേഡ് എഗ്ഗ് ഇട്ടിട്ട് അത് കെയർ ചെയ്യുന്നില്ല, എൻ്റെ ബേഡ് എഗ്ഗ് ഇട്ട ശേഷം കുഞ്ഞ് വിരിഞ്ഞിട്ട് ആ കുഞ്ഞിനെടുത്ത് തറയിലിട്ട് കൊല്ലുന്നു, അല്ലെങ്കിൽ കൊത്തിക്കൊല്ലുന്നു. അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റുകൾ വരാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ കേജിൽ ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ട കാര്യം, നമ്മുടെ കേജിൽ എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മളെല്ലാ മേഖലയും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കേജിന് നാളെ ഇങ്ങനെ വരാതിരിക്കട്ടെ. അപ്പോൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് അന്ന് എന്ത് ചെയ്യണമെന്ന് നമ്മൾ ഇന്നേ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞില്ലെങ്കിലും കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഒരു മുൻകരുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ബേഡുകൾ, എല്ലാ ബേഡും എഗ്ഗ് ഇടാത്തതിൻ്റെ റീസൺസ്, അല്ലെങ്കിൽ എഗ്ഗ് ഇടാത്ത ബേഡുകളെ നമ്മുടെ രീതിയിൽ എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. ഒരു ബേഡിന് കഴിവുണ്ടെങ്കിൽ മാത്രമേ എഗ്ഗ് ഇടത്തുള്ളൂ. അപ്പം അതിൻ്റെ നമ്മുടെ കയ്യിൽ നിന്നും എന്തൊക്കെ അങ്ങോട്ട് ഒരു സപ്പോർട്ടായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇനിയിപ്പം എഗ്ഗ് ഇട്ട ശേഷം വിരിയിക്കാത്ത ബേഡാണ് എന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം എന്താണ്, കുഞ്ഞുങ്ങളെ കെയർ ചെയ്യാത്ത ബേഡാണെങ്കിൽ അതിന് പരിഹാരം എന്താണ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതുപോലെ പെറ്റ് സ്റ്റോക്ക് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയി. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാ ബേഡ്സും എഗ്ഗ് ഇടാൻ കഴിവുള്ള ബേഡുകളല്ല. ഇപ്പോൾ മനുഷ്യരിൽ തന്നെ വിവാഹം കഴിയുന്ന എല്ലാവർക്കും കുട്ടികളില്ല എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ കുട്ടികളുള്ളവർ തന്നെ കുട്ടികളെ കൊല്ലുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് ബേഡുകൾ. അത്രയും ചിന്താശേഷിയൊന്നും ഇല്ലാത്ത ബേഡുകളിൽ ഇതിൻ്റെ ഇരട്ടിയായിരിക്കാൻ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു ലോജിക്കൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ബേഡ്സിനും എഗ്ഗ് ഇടാനുള്ള കഴിവില്ല. അതിൻ്റെ ഒന്നെങ്കിലും മെയിലിന് ആ ഒരു പെയറായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു മെയിലിനോ ഒരു ഫീമെയിലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എഗ്ഗ് ഇടത്തില്ല. ചിലപ്പോൾ ഫീമെയിലിനാവാം, ചിലപ്പോൾ മെയിലിനാവാം ആ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. എപ്പോഴും ആ ഒരു പെയറിനെ തന്നെ സെയിൽ ചെയ്യാതെ അപ്പം മാറ്റിയിട്ട് നോക്കുക. ഇപ്പം ഒരു പെയർ എഗ്ഗ് ഇടുന്നില്ല, കുറേ നാളായി. നമ്മൾ പറഞ്ഞു ഏജ് നോക്കണം. ഒരു ബേഡ് എഗ്ഗ് ഇടണമെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഒന്നാമത്തെ കാര്യം, ചില ബേഡ് ചില കാറ്റഗറിയിൽ എൻ്റെ ഒരു ഒബ്സർവേഷനാണ് കേട്ടോ, ചില ബേഡ് നേരത്തെ എഗ്ഗ് ഇടും. ഇപ്പം നമ്മൾ 8 മാസം 9 മാസം 10 മാസം എപ്പോഴും നല്ലത് 1 ഇയർ കഴിഞ്ഞ് ബ്രീഡ് ചെയ്യിക്കുന്നതാണ് എന്നുണ്ടെങ്കിലും, ചില ബേഡ് നാച്ചുറലായിട്ട് തന്നെ 8 മാസം അല്ലെങ്കിൽ 10 മാസമൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രീഡ് ആയി തുടങ്ങും. ചില ബേഡ് ഒരു മീഡിയം ഏജ്, നമ്മൾ പറഞ്ഞ 1 ഇയർ അടുപ്പിച്ച് അല്ലെങ്കിൽ 1 ഇയർ തൊട്ട് കഴിഞ്ഞ ശേഷം ബ്രീഡാവും. ചില ബേഡ് ഒരുപാട് ടൈം എടുക്കും, ഏതാണ്ട് 2 കൊല്ലമൊക്കെ എടുത്തിട്ട് ബ്രീഡാവുന്ന ബേഡുകളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ ബേഡിൻ്റെ മൈൻഡ് സെറ്റാണ്, ഓരോ ബേഡിൻ്റെ കഴിവാണ്, അതിൻ്റെ ഇൻറ്റേർണൽ ഓർഗാൻസിൻ്റെയൊക്കെ വളർച്ചയും അതിൻ്റെ ഹോർമോൺ ചേഞ്ചും കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കിതിലൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. കുറച്ചൊക്കെ ഫോഴ്സ് ചെയ്യിക്കാൻ സാധിക്കും. കുറച്ച് ഇപ്പം ഫീമെയിലിന് കുറച്ച് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ആക്റ്റീവായിട്ടുള്ള മെയിലിന് ഇട്ട് കൊടുത്താൽ അതിൻ്റെ പ്രശ്നം തീരും. ഇനിയിപ്പം ഒരു കൊച്ചു കുടം ഇരിക്കുന്ന കേജിൽ അതിന് വലിയ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ബ്രീഡിംഗ് ബോക്സോ കുറച്ച് അട്രാക്റ്റീവായിട്ടുള്ള ഫോട്ടോ വെച്ച് കൊടുത്താൽ അത് ഉറപ്പായിട്ടും ബ്രീഡ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ രീതിയിൽ ഒരു സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കും. അതെന്തൊക്കെയാണെന്ന് നമ്മൾ ഉറപ്പായിട്ടും പറയാം. അതിന് മുന്നേ ഏജ് പറയേണ്ട കാര്യമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് എപ്പോഴും ബ്രീഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിലാണ് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. എഗ് ബൈൻഡിങ് ഉണ്ടാവും. ഏജിലല്ലാത്ത ബേഡുകളിൽ അവർക്ക് എഗ്ഗ് വിരിക്കേണ്ടത് എങ്ങനെയാണ് എല്ലാം അറിയാമെങ്കിലും ഒരു എക്സ്പീരിയൻസ് വേണം എല്ലാത്തിലും. ഇപ്പോൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ബ്രീഡിംഗ് ഒക്കെ എപ്പോഴും ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട് പല ബേഡ്സിലും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ സെയിൽ ചെയ്യാൻ നിൽക്കരുത്. ഒരു 2ാമത്തെ 3ാമത്തെ ബ്രീഡിംഗ് തൊട്ട് എപ്പോഴും പക്കയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ ബേഡിന് ഒരു 3 തവണയെങ്കിലും അവസരം കൊടുത്തിരിക്കണം. ഒരു 3 തവണ അവസരം കൊടുത്തിട്ടും അത് അതിൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, അല്ലെങ്കിൽ എഗ്ഗ് നോക്കുന്നില്ല, എഗ്ഗ് വിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് എന്താണെന്ന് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഒരു ബേഡിന് ഏറ്റവും കുറഞ്ഞത് എൻ്റെ ഒരു ഇതിൽ 3 തവണയെങ്കിലും നമ്മൾ അവസരം കൊടുത്തിരിക്കണം. കാരണം എപ്പോഴും ഫെയിലിയർ നമ്മുടെ മുന്നിലുണ്ടാകും. നമ്മൾ ഫസ്റ്റ് ടൈമിൽ ഒരു ബേഡിന് അതിനറിയത്തില്ല, അത് കുഞ്ഞായിട്ട് വളർന്നു വന്നു, അത് എഗ്ഗ് ഇട്ട് ചിലപ്പോൾ അത് എഗ്ഗ് മൈൻഡേ ചെയ്തില്ല, ചിലപ്പോൾ എഗ്ഗ് ഇട്ടിട്ട് അത് അടയിരിക്കും, കുഞ്ഞ് വിരിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറത്തില്ല. അങ്ങനെ പല അവസരങ്ങൾ വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇങ്ങനെയൊക്കെ വരാം. അപ്പോൾ നമ്മളെ ബേഡിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അതിനെ അറിയത്തില്ലായിരിക്കാം ചിലപ്പോൾ. അതിങ്ങനെ മറ്റ് ബേഡുകൾ കണ്ട് പഠിച്ച് ഓട്ടോമാറ്റിക്കലാണ് അതിൻ്റെ മൈൻഡ് സെറ്റായി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ ബേഡിന് 3 തവണയെങ്കിലും അവസരം കൊടുത്തിരിക്കണം. ഓക്കെ. പിന്നീട് പറയാനുള്ളത്, ഇപ്പം എഗ്ഗ് ഇടുന്ന ചില ബേഡ് എഗ്ഗ് ഇടത്തില്ല, അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അതിന് കഴിവുണ്ടാവില്ല. അപ്പം നമ്മൾ മെയിലും ഫീമെയിലും മാറ്റിയിട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു പെയർ നമ്മൾ എന്ത് ചെയ്തിട്ട് എഗ്ഗ് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിലിന് വേറെ ഫീമെയിലിനെ സെറ്റ് ചെയ്ത് കൊടുക്കുക, ഈ പെയറിൻ്റെ ഫീമെയിലിന് വേറൊരു മെയിലിനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ 2 സ്പ്ലിറ്റായി. അപ്പം ഇതിൽ ആരെങ്കിലുമൊക്കെ എഗ്ഗ് ഇടുന്നു എന്നുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ കുഴപ്പമാവാം. അങ്ങനെ നമുക്ക് കണ്ടെത്തി അതിനെ മാറ്റിയിടാനായിട്ട് സാധിക്കും.
അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നീട് പറയാനുള്ളത്, ഇപ്പോൾ എഗ് ഇടുന്ന ബേഡുകളുടെ കാര്യത്തിൽ പറയാനുള്ളത്, നിങ്ങൾ മറ്റ് പേരൻറ്റ് ബേഡുകളെ സെറ്റ് ചെയ്യുക. അപ്പം വില കൂടി അല്ലെങ്കിൽ ഭയങ്കര അട്രാക്റ്റീവ് കളറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അതിലും ഭംഗി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഉണ്ടായില്ലെങ്കിൽ നഷ്ടമാണ്, സെയിൽ ചെയ്യാൻ പറ്റത്തില്ല. ചിലർക്ക് അതിന് ഭയങ്കര ആഗ്രഹം ഉണ്ടാകും ആ കുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് പറയുന്നത്, നിങ്ങൾക്ക് പേരൻറ്റ് ബേഡുകളെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ലവ് ബേഡ്സ്, അതായത് ഫിഞ്ചസ് അങ്ങനെയുള്ള ബേഡ്സിൻ്റെയൊക്കെ കാര്യത്തിലാണ് എന്നുണ്ടെങ്കിൽ ബംഗാൾ ഫിഞ്ചസിന് സെറ്റ് ചെയ്യാൻ പറ്റും. ബംഗാൾ ഫിഞ്ചസ് എന്ന് പറഞ്ഞാൽ എല്ലാ മിക്ക സൈസ് കുറഞ്ഞ എഗ്ഗുകളും നന്നായിട്ട് വിരിച്ച് കെയർ ചെയ്യുന്ന ബേഡാണ്, നല്ല പേരൻറ്റുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ബേഡ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ലവ് ബേഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ പേരൻറ്റ് ബേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കാറ്റഗറി ആയിട്ടൊന്നും നമ്മൾ തീർ എഴുതി കൊടുത്തൊന്നുമല്ല, നീയാണ് പേരൻറ്റ് ബേഡ്, നിനക്ക് അതിനുള്ള അവകാശമുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഓരോ ബേഡ്സിലും പേരൻറ്റ് ബേഡുകളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. നമുക്കറിയാലോ, നമ്മൾ വളർത്തുന്നവർക്കറിയാം ഒരു ബേഡ് അതിൻ്റെ കുഞ്ഞിനെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്, എല്ലാ എഗ്ഗും ഇരിക്കുന്നുണ്ട്, നന്നായിട്ട് കെയർ ചെയ്യുന്നു, നല്ല തീറ്റ കൊടുക്കുന്നു, കൂട് ക്ലീൻ ചെയ്യുന്നു, അതായത് കുഞ്ഞുങ്ങളുടെ വേസ്റ്റ് പ്രോപ്പറായിട്ട് ഔട്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള ബേഡ് എപ്പോഴും നല്ല പേരൻ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ബേഡിനെ നമുക്ക് അപ്പോൾ അങ്ങനെയുള്ള ബേഡിൻ്റെ എഗ്ഗ് അല്ലെങ്കിൽ അതിൻ്റെ കുഞ്ഞിനെ എപ്പോഴും ഒരേ കളറൊക്കെ ഇറങ്ങി വരുന്നു, അല്ലെങ്കിൽ വലിയ ഗുണമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായ ബേഡ്സിൻ്റെയൊക്കെ എഗ്ഗുകൾ നമുക്ക് അതിന് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനറിയത്തില്ല അതിൻ്റെ എഗ്ഗാണോ ഇതിൻ്റെ എഗ്ഗാണോന്നൊക്കെ, നമ്മൾ തൊട്ടെന്ന് പറഞ്ഞാൽ വിരിയാതിരിക്കത്തുമില്ല. അപ്പോൾ നമുക്ക് ആ ബേഡിനെ വെച്ചിട്ട് അത് വിരിച്ചിറക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു പോയിൻറ്റ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഫിഞ്ചസിന് വെച്ചിട്ട് ഫിഞ്ചസിന് ചെയ്യാം, അല്ലെങ്കിൽ ലവ് ബേഡ്സ് വെച്ചിട്ട് ലവ് ബേഡ്സിന് ചെയ്യാം. കാരണം അവരുടെ എഗ്ഗിന് ഒരേ ഷേപ്പും ഒരേ സൈസും ആയതുകൊണ്ട് അവർക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നത്തില്ല, വിരിച്ചിറക്കും. കെയർ ചെയ്യുന്ന ബേഡാണെങ്കിൽ പക്കയായിട്ട് കെയർ ചെയ്യും, നമുക്ക് കിട്ടുന്ന കുഞ്ഞ് നല്ല ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ അതാണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, മേറ്റിംഗ് ഒക്കെ ഒരേ ക്വാളിറ്റി ആയിരിക്കും, നോക്കുന്ന ക്വാളിറ്റിയും കൂടി ഉണ്ട്. നന്നായിട്ട് ഫീഡ് ചെയ്തില്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആരോഗ്യം കുറയും. അപ്പം ഈ ഒരു ബേഡ്, ഈ പേരൻറ്റ് ബേഡ്സ് നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ എഗ്ഗിന് ക്വാളിറ്റി ഉണ്ട്. അതിൻ്റെ പേരൻറ്റ് ബേഡ് നമ്മൾ വേറെ ബേഡിനെ വെച്ച് വിരിക്കുമ്പോൾ ആ ബേഡിന് നല്ല ക്വാളിറ്റി ഉണ്ട്. അതായത് അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ കുഞ്ഞിനെ നന്നായിട്ട് കെയർ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ക്വാളിറ്റിയും ഈ ഒരു ക്വാളിറ്റിയും കൂടി ഒന്നാവുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്ന പക്ക ക്വാളിറ്റി ആയിരിക്കും, മൊത്തം ക്വാളിറ്റി ആയിപ്പോലെ. അപ്പം നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞിനെ കിട്ടും, അത്രയും മനസ്സിലാക്കിയാൽ മതി. അതുപോലെ തന്നെ ഇനിയിപ്പം കുഞ്ഞ് വിരിഞ്ഞിട്ട് മൈൻഡ് ചെയ്യാത്ത ബേഡ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മിക്കപ്പോഴും വിളിക്കുന്നതാണ്, എൻ്റെ ബേഡ് ആദ്യമായിട്ട് ബ്രീഡാവുന്നു അല്ലെങ്കിൽ രണ്ടാമതാണ് ബ്രീഡാവുന്നത്, പക്ഷേ കുഞ്ഞ് വിരിഞ്ഞ ശേഷം ആ ഒരു കണ്ണുപോലും തുറക്കാതെ കുഞ്ഞിനെ ഔട്ട് ചെയ്യുന്നു, വെളിയിലേക്ക് കൊത്തിയിടുന്നു. അപ്പം അവർ കണ്ടില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ ഈ ഉറുമ്പുകൾ വന്നിട്ട് ആ കുഞ്ഞിനെ അരിച്ച് കൊല്ലും, അല്ലെങ്കിൽ മറ്റ് ബേഡുകൾ അതിനെ കൊത്തിക്കൊല്ലും, അതിൻ്റെ രക്തമൊക്കെ കുടിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ പിന്നെ അത് ഈ രാത്രി വൈകുന്നേരങ്ങളിലാണ് ഈ കുഞ്ഞിനെ ഔട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രാത്രി തൊട്ട് അത് ശക്തമായ തണുപ്പ് അടിച്ച് ബ്ലഡ് കോട്ടായിട്ട് രാവിലെ ആകുമ്പോൾ ചത്ത് കിടക്കും, വടിയായിട്ട് കിടക്കും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പം നമുക്കിതിനെ ഒഴിവാക്കാനുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഔട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു വട്ടം കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കുടത്തിൻ്റെ ഉയരം കൂടിയുണ്ട്. നമ്മളിപ്പോൾ നോക്കുമ്പം പ്രത്യേകിച്ച് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ചിലപ്പം ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നുള്ളൊരു ബേഡ്, അതായത് വളരെ 1-2 ദിവസമായ കുഞ്ഞിനെ മേളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ നമ്മുടെ താഴത്തെ കൂട്ടിലപ്പോൾ നെറ്റായിരിക്കും, ഒരു മെറ്റീരിയലാണ് അല്ലെങ്കിൽ തടിയായിരിക്കും. ശക്തമായിട്ടൊന്ന് വീഴുമ്പം ക്ഷതമേൽക്കും, നമുക്ക് പുറമേ കാണാൻ പറ്റത്തില്ല, ചിലപ്പം ബ്ലഡ് അകത്ത് കോട്ടായിട്ടുണ്ടാവാം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അത് ഓട്ടോമാറ്റിക്കലി ചത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മളെപ്പോൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ടെൻഡൻസി കാണിക്കുന്ന ബേഡാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉയരം കുറച്ച് കുടങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പം വീഴ്ചയുടെ ആഘാതം കുറയ്ക്കാൻ സാധിക്കും. എന്നിട്ട് ആ ഒരു ബേഡിൻ്റെ കൂട്ടിൻ്റെ, കുഞ്ഞുങ്ങളുള്ള ബേഡിൻ്റെ കൂട്ടിന് താഴെ കുറച്ച് സോഫ്റ്റ് മെറ്റീരിയൽസൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വന്ന് വീഴുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ രീതിയിൽ നമുക്ക് കെയർ ചെയ്തെടുക്കാൻ സാധിക്കും. അതെപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ അതിനടുത്ത് ഹാൻഡ് ഫീഡ് ചെയ്യുകയാണ് മറ്റൊരു മാർഗ്ഗം. അതേ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കുറച്ച് വിരിഞ്ഞിരിക്കുന്ന ബേഡിൻ്റെ കൂട്ടത്തിലേക്ക് ആ കുഞ്ഞിനെ വെച്ച് കൊടുക്കുക, അതും പോസിബിളാണ്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഒരു പേരൻറ്റ് ബേഡ്സ് മെയിലും ഫീമെയിലും അതിൻ്റെ കുഞ്ഞിനെ കെയർ ചെയ്യാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഒരു 4 കുഞ്ഞ് അല്ലെങ്കിൽ 5 കുഞ്ഞുള്ള കൂട്ടത്തിലേക്ക് ഒരു കുഞ്ഞിനെ കൂടി എക്സ്ട്രാ വെച്ച് കൊടുക്കുമ്പോൾ ആ ബേഡ് 5 കുഞ്ഞിനെ തന്നെ ഫീഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഒരു ബേഡിനും കൂടി ആകുമ്പം അതിൻ്റെ ബോഡി അത്രത്തോളം വീക്കായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കുഞ്ഞുങ്ങളെ ഹാൻഡ് ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അതേ ഏജിലുള്ള, ഇപ്പം വേറെ കാര്യം കൂടിയുണ്ട്, ഒരു 2 ആഴ്ച പ്രായമായ കുഞ്ഞുങ്ങളുള്ള കൂടത്തിലേക്ക് ഇന്നലെ വിരിഞ്ഞ കുഞ്ഞിനെ വെച്ച് കൊടുത്താൽ ഉറപ്പായിട്ട് ആ കുഞ്ഞിന് ജീവൻ കിട്ടത്തില്ല, മറ്റ് വലിയ ബേഡുകൾ ചവിട്ടിക്കൊല്ലത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാറ്റി വെക്കുന്ന ബേഡിൻ്റെ കൂടത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ഏകദേശം ഒരു ഏജ് ആയിട്ടുള്ള ദിവസങ്ങളുടെ ഗ്യാപ്പ് ഉള്ളതാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അല്ലാതെ കുറച്ച് വലിയ സൈസായ കുഞ്ഞ് ബേഡിൻ്റെ ഇടയ്ക്ക് ഈ വളരെ കണ്ണ് വിരിയാത്ത ബേഡിനെ കൊണ്ടുവച്ചാൽ ചത്തുപോകും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്തെടുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് കാര്യങ്ങൾ വേണം. അതായത് തെർമോസ്റ്റാറ്റ് വേണം, അതായത് ഹീറ്റ് കൺട്രോൾ ചെയ്യുന്ന തെർമോസ്റ്റാറ്റ് വേണം, ഹാൻഡ് ഫീഡിങ് ഫോർമുല വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് കൈ കെടുത്തുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാം, കുഴപ്പമില്ല. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ബേഡിൻ്റെ അടുത്തേക്ക് കുഞ്ഞിനെ മാറ്റി വെച്ച് കൊടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു ടോപ്പിക്കായിട്ട് ക്ലോസ് ആയി. പിന്നെ വരുന്നത് കുഞ്ഞ് വലുതായിട്ട് ഇറങ്ങുന്ന സമയത്ത് പ്ലക്കിങ്, അതായത് ഈ കുഞ്ഞിൻ്റെ തന്നെ തൂവലുകൾ ഇതിൻ്റെ പേരൻ്റ് തന്നെ കൊത്തിയെടുത്ത് കളയുന്ന അവസ്ഥ ഉണ്ടാവും.
ആ അവസ്ഥയിൽ കുഞ്ഞ് അത്യാവശ്യം വലുതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാൻ ഉറപ്പായിട്ടും പിന്നെ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾ തന്നെ എടുത്ത് മാറ്റി ഹാൻഡ് ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ല, ഈ പ്ലക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ തൂവലുകൾ കൊത്തിയെടുക്കുമ്പം ആ തൂവലിൽ നിന്ന് കിട്ടുന്ന രക്തത്തിൻ്റെ ടേസ്റ്റ് ഈ ബേഡ് ആസ്വദിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് ഒരുപാട് തൂവലുകൾ വലിച്ചെടുത്ത് രക്തത്തിൻ്റെ ഒരു തുള്ളിയായിട്ട് എൻ്റെ രുചിച്ചെടുക്കുന്നതിനെയാണ് പ്ലക്കിംഗ് എന്ന് പറയുന്നത്. അതൊരു അസുഖം പോലാണ്, ഒരവസ്ഥയാണ്, ഒരു ബേഡിൻ്റെ അവസ്ഥയാണത്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ ആ കുഞ്ഞിനെ എടുക്കുക, സെപ്പറേറ്റ് മാറ്റിയിട്ട് കെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ പലരുടെ കേജിലും വന്നിട്ടുണ്ട്, ഇനി വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുക. നമ്മൾ പറഞ്ഞത് എഗ്ഗിടാത്ത ബേഡിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഗ്ഗിട്ടിട്ട് വിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധി പറഞ്ഞിട്ടുണ്ട്. ഇനി എഗ്ഗിട്ട് വിരിഞ്ഞ് കഴിഞ്ഞിട്ട് നോക്കുന്നില്ലെങ്കിൽ അതിനും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒട്ടുമിക്ക പേരുടെ സംശയങ്ങൾ തീർന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൊണ്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ പെറ്റ് സ്റ്റോക്ക് മലയാളം എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ ഒരു അംഗമാവാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ പേര് ശ്യാം കൃഷ്ണൻ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.